അല്ലെങ്കിൽ വിഷാദരോഗം പറയുമ്പോൾ എല്ലാവരും ഈസിയായി പറയുന്ന കാര്യം, എന്നാൽ അനുഭവിച്ചവർക്കും മാത്രം തിരിച്ചറിയാവുന്ന സത്യം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മൊത്തവും ഇല്ലാതാവുന്ന ഒരവസ്ഥ, നേരെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ അവസ്ഥ, ചിന്തിക്കുവാനോ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുവാനോ സാധിക്കാതെ നമ്മൾ മൊത്തത്തിൽ സ്റ്റക്കാവുന്നൊരവസ്ഥ, നമ്മുടെ ജീവിതം മൊത്തവും ഇരുട്ട് ബാധിച്ച് ഡൗൺ ആയി പോകുന്നൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കും. നാം എന്തിനാ ജീവിക്കുന്നത്? എന്നെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാൻ ഈ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? എന്നെ ലോകത്ത് ആർക്കും വേണ്ട. ഇങ്ങനെ ഞാൻ ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നത് തന്നെയാണ്. ഇതുപോലെ സൂയിസൈഡ് ടെൻഡൻസികളും ഈ ഡിപ്രഷനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ തന്നെയാണ്. ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഡിപ്രഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? മാക്സിമം ഈ ഡിപ്രഷനുള്ള പേഴ്സൺസ് ഒറ്റയ്ക്കിരിക്കാതിരിക്കുക. മാക്സിമം അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ബിസി ആവുക. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമ്മൾ വേണ്ടാന്ന് വെച്ച് പോയ ആൾക്കാരെ കുറിച്ച് തീരെ ചിന്തിക്കാതിരിക്കുക. നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ